ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വീട് വിട്ടിറങ്ങിയ ഞങ്ങളെ മരിക്കാൻ ദൈവം അനുവദിച്ചില്ല. ജീവിച്ചു തീർക്കാൻ ആയുസ്സും ചെയ്തു തീർക്കാൻ കുറെ കർത്തവ്യങ്ങളും ബാക്കിയുള്ളപ്പോ ആർക്കും മരണം വരിച്ച് രക്ഷപ്പെടാൻ കഴിയില്ല മോളെ. ജീവൻ നിലനിർത്താൻ ദൈവം ഞങ്ങൾക്ക് വെച്ച് നീട്ടിയത് ഒരു ക്ഷേത്രത്തിലെ നിവേദ്യച്ചോറായിരുന്നു. ഇനി ഒരിക്കലും ഒരു തിരിച്ചുവരവോ കൂടിക്കാഴ്ചയോ ഞങ്ങൾ ആഗ്രഹിച്ചതുമല്ല. പക്ഷേ സ്വന്തം മകന്റെ വീട്ടിലെ ചടങ്ങാണെന്ന് ഒരു സൂചന പോലും തരാതെ ദൈവം ഞങ്ങളെ ഇവിടെ തന്നെ കൊണ്ടെത്തിച്ചു. മകന്റെ ആട്ടും തുപ്പും അവഗണനയും മടുത്തിട്ടായിരുന്നു വീണ്ടും ഒരു ഒളിച്ചോട്ടം. പക്ഷേ ദൈവം വീണ്ടും ഞങ്ങളെ അവന്റെ കാൽ ചുവട്ടിലെത്തിച്ചു. ചവിട്ടി അരച്ച് പാതാളത്തോളം താഴ്ത്തിക്കെട്ടാൻ. നിങ്ങളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല അച്ഛ. ആശ്വസിപ്പിക്കേണ്ട അച്ഛനമ്മമാര് തന്നെ ആശ്രയം മറ്റു നിൽക്കുമ്പോ മകളായ ഞാൻ എന്ത് പറയാനാ? പിന്നെ അച്ഛമ്മയുടെ കാര്യം. ഇപ്പോ ഞാനും ജഗനോ അച്ഛമ്മയെ നോക്കുന്നത്. ഞങ്ങളുടെ സംരക്ഷണത്തിലാ ഇപ്പൊ അച്ഛമ്മ. അച്ഛനും അമ്മേനെ എങ്ങോട്ടും പോകുന്നില്ല. ഞാനോ ജഗനോ നിങ്ങൾ ഒരിക്കലും ഇറക്കി വിടില്ല. നമ്മൾ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോകുന്നു. എന്താ അച്ഛനും അമ്മയും ഒന്നും മിണ്ടാത്തെ? അടുപ്പിൽ തീ കത്തിച്ചിട്ട് നേരം കുറെ ആയില്ലേ? പാൽ ഇതുവരെ തിളച്ചു പൊങ്ങാത്തതാണ് തിരുമേനി. പാല് തിളച്ചു തൂകിയാലേ പാല് കാച്ചാവൂ. അമ്മായിയമ്മയല്ലേ അടുപ്പ് കത്തിച്ചത്, അതുകൊണ്ടാണോ? പാല് തിളച്ചു പൊങ്ങാത്തത് ഐശ്വര്യക്കേടാ. ഇത്രയും വലിയ വീട് വെച്ചിട്ട് പാല് കാച്ച് മംഗളകരമായിട്ട് നടക്കാത്തത് എന്തൊരു കഷ്ടം. തിരുവേനി, വായും പൂട്ടിയിരിക്കാതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ. പാല് തിളയ്ക്കാത്തത് മാതൃശാപം കൊണ്ടാണ്. അതിന് പരിഹാരം കാണണം. അത് തിരുമേനി പറഞ്ഞത് സത്യമാ. പ്രകാശിന്റെ മാതാവ് വന്ന് സഹകരിക്കണം, ഒപ്പം പിതാവും. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത. അർത്ഥം അറിയോ പ്രകാശന്? ഓരോ ജന്മത്തിലും അമ്മയാണ് എല്ലാം. അമ്മയെ പോലെ വേറെ ഒരു ബന്ധുവുമില്ല. മാനത്തെ കൊട്ടാ